സോ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സർ വന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം വെരി ഗുഡ് ഈവനിങ് എവ്രി വൺ ആൻഡ് വെൽക്കം ടു അവർ സെവൻത് സെഷൻ ഓഫ് ഓറിയന്റേഷൻ 8.0 ഡിസ്കവർ ലേൺ ആൻഡ് അച്ചീവ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ഇന്ന് സെവൻത് സെഷനിൽ എത്തിയിരിക്കുകയാണ് ഓറിയന്റേഷന്റെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ റോഡ് ടു സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള സെഷനാണ്. ഇപ്പൊ റോഡ് ടു സക്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. റോഡ് ടു സക്സസ് അല്ലേ? അപ്പൊ ആ ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നിങ്ങളുടെ മെസ്സേജുകളിലൂടെ. അപ്പൊ എങ്കിൽ പോലും നമുക്കറിയാം ഇവിടെ നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് MA ആൻഡ് BA പൊളിറ്റിക്കൽ സയൻസ് ലേണേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് പല ഡ്രീമുകളും ഉണ്ടാവും. ചിലപ്പോൾ ഈ ഒരു കോഴ്സ് എടുത്ത് പഠിച്ച് ഇനി കരിയറിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഏതൊരു ഏരിയയിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാവും. എങ്കിൽ പോലും അതേപോലെ കുറെ ഡ്രീംസും ഉണ്ടാവും അല്ലെ? അപ്പൊ ഈ ഡ്രീംസ് ഒക്കെ എങ്ങനെ അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ആ കരിയറിലേക്ക് നമ്മൾ എങ്ങനെ പോകണം, അതിലേക്കുള്ള ഒരു കരിയർ പാത്ത് നമ്മൾ എങ്ങനെ സ്ട്രാറ്റജിക് ആയിട്ട് പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് അറിയണം അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് കൂടിയുള്ള സെഷൻ ആണ് ഇന്ന്. അപ്പൊ എന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും. നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആണ് ഞാനുമായിട്ട്. എന്റെ പേര് അർച്ചന, സൈക്കോളജി മെന്റർ ആണ്. അതേപോലെ നമ്മുടെ കൂടെ ഇന്ന് റെക്കോർഡിംഗ്സ് ആയിട്ടുള്ളത് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ മെന്റർ ആയിട്ടുള്ള ഹിബ മാം ആണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പിന്നെ റോഡ് ടു സക്സസ് എന്ന് പറയുന്ന സെഷൻ ലീഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ സയൻസിന്റെ ഫാസിനേറ്റിംഗ് വേൾഡിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ഗ്രാജുവേറ്റഡ് ആയി ശേഷം നമ്മുടെ എന്താണ് കോഴിക്കോട് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിലെ പ്രോജക്ട് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്തു. അതേപോലെ തന്നെ കളക്ടറുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ ഡെപ്യൂട്ടി മാനേജർ ആയിട്ടുള്ള ആൻഡ് നൗ നമ്മുടെ ദേവഗിരി സെയിന്റ് ജോസഫ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് പ്ലേസ്മെന്റ് ഓഫീസർ ആയിട്ടുള്ള ഡോൺ തോമസ് സർ ആണ്. അപ്പൊ സർ, വി ആർ സോ പ്ലീസ് ടു ഹാവ് യു ഹിയർ ടുഡേ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ഓവർ ടു യു സർ. Okay. Thank you for generous introduction, first of all. ഞാൻ എന്റെ കരിയർ പ്രോഗ്രഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് എ മീറ്റിംഗ്. ഞാനിപ്പോ ഡിസ്ട്രിക്ട് കളക്ടറുടെ വിഷൻ 2025 എന്ന് പറഞ്ഞ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടുള്ള മിനിസ്റ്റേഴ്സുമായിട്ടുള്ള ഡിസ്കഷന്റെ ഇടയ്ക്കാണ്. ദാറ്റ് ഇസ് വൈ ഞാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നത്. അപ്പം this is possible for me because ഞാൻ പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്ട് എടുത്തു. I pursued my interest and all that. പലപ്പോഴും ആദ്യം തന്നെ ലേൺ വൈസിന് താങ്ക് യു പറയുന്നു, ഗിവിംഗ് me an opportunity. I'm always happy to interact with youngsters. നിങ്ങൾക്ക് അവർ പറഞ്ഞതുപോലെ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഇസ് റൺ ബൈ ദ ഡിസ്ട്രിക്ട് കളക്ടർ 4 months, 4 മാസത്തേക്ക് റൺ ചെയ്യുന്നതാണ്. അപ്പം ഇറ്റ് ഗിവ്സ് an opportunity. അപ്പം അതൊരു പെയ്ഡ് ഓക്യുപ്പേഷൻ ഒന്നല്ല. അത് ആദ്യമായിരുന്നു. ഇപ്പോ when I became assistant professor, ഞാൻ ഇപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുന്നു. It is a kind of a hobby project of mine. കുട്ടികളെ സഹായിക്കുക, is to help them out with their career, community development സഹായിക്കുക എന്നുള്ള ഇൻട്രസ്റ്റിലൊക്കെയാണ്. അപ്പം ആ ഇൻട്രസ്റ്റ് പുഷ് ചെയ്യുന്നു, പെർസ്യൂ ചെയ്യുന്നു എന്ന് മാത്രമാണ്. പലപ്പോഴും നമ്മൾ ഈ പൊളിറ്റിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട്, എസ്പെഷ്യലി സോഷ്യൽ സയൻസസുമായിട്ട് ഇന്ത്യയിൽ ബന്ധപ്പെട്ട് പറയുമ്പോൾ വളരെയേറെ നിരാശയോടെയാണ് നമ്മൾ കുട്ടികളൊക്കെ ഇതിനെ സമീപിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രഡീഷണൽ ആയിട്ട് ഒരു പരമ്പരാഗതമായ രീതിയിൽ നേരിട്ട് ജോലിയിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയിട്ടൊന്നുമല്ല സോഷ്യൽ സയൻസ് ഉള്ളത്. അപ്പം നമ്മൾ MBBS കഴിഞ്ഞ 5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു കൻ ബിക്കം എ ഡോക്ടർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ള ആശുപത്രിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി സാധ്യതയുണ്ട്. നിങ്ങൾ ലോയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പൊ ഈ ട്രഡീഷണൽ കോഴ്സസ് എടുക്കുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്ക് നേരിട്ടൊരു ജോലിയിലേക്ക് പോകുന്നില്ല എന്നുള്ളത്. അപ്പം സോഷ്യൽ സയൻസിനെ കുറിച്ചും എസ്പെഷ്യലി സോഷ്യൽ സയൻസും ഹ്യൂമാനിറ്റീസ് പോലുള്ള കോഴ്സുകളുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അത് നമ്മളെ ഒരു രീതിയിൽ ജീവിതത്തെ കൂടി, നമ്മുടെ കാഴ്ചപ്പാടുകളെ കൂടി സ്വാധീനിക്കുന്ന ഒരു രീതിയിലുള്ള പഠന പ്രവർത്തനമാണ്. നമുക്ക് നമ്മൾ ആ സബ്ജക്ട് പഠിക്കുന്നത് കേവലം ഒരു ജോലിയിലേക്ക് എത്തൽ മാത്രമല്ല, അത് നമ്മളെന്ന വ്യക്തിയെ കൂടി അത് ഫൈൻഡ് ആക്കും. നമുക്ക് ഈ ഡൈവേഴ്സിറ്റി, നുവാൻസസ്, നമ്മളിങ്ങനെ വ്യത്യസ്തരായ മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത്. വ്യത്യസ്തമായ സാഹചര്യങ്ങൾ, സാമൂഹിക, രാഷ്ട്രീയ,
മറ്റ് സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അപ്പൊ അവരുടെ എല്ലാം ഒപ്പീനിയൻസിന് വാല്യൂ ഉണ്ട്. ആ ഒപ്പീനിയൻസിനെ റെസ്പെക്ട് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ തുടങ്ങിയ ലേണിംഗ്സ് ഒക്കെ കൂടിയാ സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസ് ഇസ് നോട്ട് മിയർലി നമ്മൾ നിങ്ങൾ പഠിക്കുന്ന പൊളിറ്റിക്കൽ സയൻസസ് ആണെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ കുറിച്ചോ പവറിനെ കുറിച്ചുള്ള പഠനം മാത്രമല്ല, അതൊരു ലാർജർ സൊസൈറ്റിയെ കുറിച്ചും ആ സൊസൈറ്റി ബിൽഡ് ചെയ്യുന്ന ആളുകളെ കുറിച്ചും ആളുകൾ എന്തുകൊണ്ട് അത് ബിൽഡ് ചെയ്യുന്നു എന്നൊക്കെയുള്ള സ്റ്റഡിയാണ് സോഷ്യോളജി ആണെങ്കിലും ആന്ത്രോപോളജി ആണെങ്കിലും മറ്റെല്ലാ സബ്ജക്റ്റുകളും. അപ്പൊ സോഷ്യൽ സയൻസിനെ ആ ഒരു പെർസ്പെക്റ്റീവിലെ ലെൻസിൽ നിന്ന് കൂടി വേണം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും വലിയ ഭാഗ്യം ചെയ്തവരാണ്. നിങ്ങൾ നല്ല നല്ല രീതിയിൽ വളരെ ലക്കിയാണെന്ന് പറയാം. പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്ട് ഈസ് എ വെരി വെരി വെൽ സോർട്ട് ആഫ്റ്റർ സബ്ജക്ട് ആണ്. നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടോ ഈ അത്രയേറെ പോപ്പുലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റി കട്ട് ഓഫ് എടുക്കുകയാണെന്നായിരിക്കും. എല്ലാ വർഷത്തെയും ഡൽഹി യൂണിവേഴ്സിറ്റി കട്ട് ഓഫ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് മിക്കവാറും വർഷങ്ങൾ ഉണ്ടാവുക പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയത്തിൽ. പൊളിറ്റിക്കൽ സയൻസിൽ എ ഡി ശ്രീരാമിലേക്കോ നിങ്ങൾ സ്റ്റീഫൻസിലേക്കോ അല്ലെങ്കിൽ മറ്റേത് കോളേജിലേക്കോ യൂണിവേഴ്സിറ്റി ഏത് കോളേജിലേക്കാണെങ്കിലും നിങ്ങളൊരു പൊളിറ്റിക്കൽ സയൻസിൽ ഒരു നല്ല കോഴ്സ് നല്ല കോളേജിൽ, അതായത് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് ഏത് നല്ല കോളേജിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ഉയർന്ന കട്ട് ഓഫ് ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് നിയർ 98%, 99%, 97% ഒക്കെ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. ദാറ്റ് ഈസ് അതിന്റെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ടാണ്. മാർക്കറ്റ് ഓപ്പറേറ്റഡ് സിസ്റ്റം ആണ്. അപ്പൊ അതിന്റെ വാല്യൂ മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമുക്ക് ആ വാല്യൂ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് ഒന്ന് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ സോഷ്യൽ സയൻസിലേക്ക് ആളുകൾ വരുന്നത് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് തിരഞ്ഞെടുക്കുന്നതൊക്കെ വളരെ ആക്സിഡന്റൽ ആയിട്ട് സംഭവിക്കുന്ന, പെട്ടെന്ന് ഒരു അപകടം പറ്റുന്ന പോലെ സംഭവിക്കുന്നത് നമ്മൾ പറയാറുണ്ട്. പലപ്പോഴും മറ്റേതോ വിഷയങ്ങൾ എടുക്കാൻ താല്പര്യമുള്ളവരായിരുന്നു, പക്ഷേ ഏതോ ഒരു കാരണം കൊണ്ട് ഇവിടെ എത്തുന്നു എന്നുള്ളത്. ഇപ്പൊ എന്റെ ഒരു ജേർണി പറയുകയാണെങ്കിൽ തന്നെ ഞാൻ സയൻസസ് ആണ് ചെയ്തത്. +2 വരെ സയൻസ് ആണ് ചെയ്തത്. എവരിബഡി എക്സ്പെക്ടഡ് നമ്മളെ എക്സ്പെക്ടേഷൻസ് പോലെ, സമൂഹത്തിന്റെ എക്സ്പെക്ടേഷൻസ് പോലെ ടു പെർസ്യൂ മെഡിസിൻ ആണെങ്കിലും മെഡിസിൻ എഞ്ചിനീയറിംഗ് ആണോ എഞ്ചിനീയറിംഗ് പെർസ്യൂ ചെയ്യണമെന്നായിരുന്നു. പക്ഷെ ചെറുപ്പം മുതലേ ഐ വാസ് ഓൾവേസ് ഇൻട്രസ്റ്റഡ് ഇൻ ദി വേൾഡ് അറൌണ്ട് മീ. അതിൽ ഈ ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞ ഫിസിക്സ് കെമിസ്ട്രിയിൽ അതിനേക്കാളും കൂടുതൽ എന്തുകൊണ്ട് ആളുകൾ പിന്നെ സ്വാഭാവികമായിട്ടും വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് ഇൻകൾക്കേറ്റ് ചെയ്യപ്പെട്ട ഒരു വായനാശീലം ഉള്ളതുകൊണ്ട്, ഒരു പത്രവായനാശീലം ഉള്ളത് കൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്ട് എങ്ങനെയാണ് പൊളിറ്റിക്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രവർത്തനം, രാഷ്ട്രീയക്കാർ, ഈ പറയുന്ന സാധനങ്ങളെല്ലാം വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടുകാരുമായിട്ടുള്ള വളരെയേറെ യുദ്ധത്തിന് ശേഷമാണ് എനിക്ക് പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയം പെർസ്യൂ ചെയ്യാൻ പറ്റിയത്. ഞാൻ പറഞ്ഞു, ഞാൻ മാസ്റ്റേഴ്സ് ആണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാൻ ക്രൈസ്റ്റ് കോളേജ്, നിങ്ങൾക്കറിയാം ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജുമായി ബന്ധപ്പെട്ടാണ് എന്റെ ബാച്ചിലേഴ്സ് ചെയ്തത്. ഹിസ്റ്ററി, ഇക്കണോമിക്സ്, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ 3 വിഷയങ്ങളായിരുന്നു. പൊളിറ്റിക്സിനോട് ഇവഞ്ച്വലി ഞാൻ ആ ഡിഗ്രി കാലഘട്ടത്തിൽ എനിക്ക് ഇഷ്ടം കൂടുതൽ തോന്നുകയും അതുവഴി ഞാൻ മാസ്റ്റേഴ്സിലേക്ക് വരികയും ചെയ്തു. അപ്പം നിങ്ങൾ എടുത്തിരിക്കുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് ഒരു തരത്തിലും വളരെ നമ്മൾ പൊളിറ്റിക്സിനെ കുറിച്ച് ഞങ്ങൾ തന്നെ പൊക്കി പറയുന്നത് നമ്മൾ മാസ്റ്റർ സയൻസ് എന്നാണ് പൊളിറ്റിക്കൽ സയൻസിനെ സാധാരണ വിളിക്കുന്നത്. നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല. പൊളിറ്റിക്കൽ എക്കണോമി നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്ന ഡിസിപ്ലിൻ പോലും പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയത്തിൽ ബൈഫർക്കേറ്റ് ചെയ്താണ് പിന്നീട് ഉണ്ടാക്കിയത്. പൊളിറ്റിക്കൽ എക്കണോമി എന്ന് പറയുന്നത് ഈസ് വെരി ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് പൊളിറ്റിക്സ്. അപ്പൊ പൊളിറ്റിക്സ് ബൈഫർക്കേറ്റ് ചെയ്താണ് പൊളിറ്റിക്കൽ എക്കണോമി എന്ന് പറയുന്നത്. നമ്മൾ എക്കണോമിക്സ് ആയിട്ട് പഠിക്കും. മാനേജ്മെന്റ് എന്ന് പഠിക്കുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ സയൻസിന്റെ സബ് ഡിസിപ്ലിനിൽ നിന്ന്, സബ് തീമിൽ നിന്ന് മാറിയിട്ടാണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു തീം ഉണ്ടാവും. അപ്പൊ പൊളിറ്റിക്കൽ സയൻസ് ഇൻ ദാറ്റ് സെൻസ് എന്തുകൊണ്ട് അത് അങ്ങനെ ആകുന്നു എന്ന് ചോദിച്ചാൽ, പൊളിറ്റിക്കൽ സയൻസ് ഈസ് ബേസിക്കലി ദി സ്റ്റഡി ഓഫ് പവർ. എങ്ങനെയാണ് പവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പവർ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഡിഫൈൻ ചെയ്യുന്നത് എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് അതേഴ്സ് എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. നമ്മൾ ഒരാൾ ഏറ്റവും ഒരു പവറുള്ള മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആളുകൾ എന്താണ് പ്രത്യേകത എന്ന് പവർ എന്ന് പറയുന്നത് എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ആണ് പവർ ആക്ച്വലി. അപ്പം ഈ പവർ എല്ലായിടത്തും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഫെമിനിസ്റ്റുകൾ പറയും ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ ഈ പവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആ പവർ അതിൽ പവർ സ്ട്രക്ചർ ഇസ് ഇൻഹെറന്റ്ലി ബയസ്ഡ് ടുവേർഡ്സ് വിമൻ, ഹെൻസ് വി നീഡ് എ ഫെമിനിസ്റ്റ് ക്രിട്ടിക് ടു ലുക്ക് അറ്റ് ദി വേൾഡ്. അങ്ങനെ ഒരു ലെൻസിലൂടെ ലോകത്തെ കാണണം. മാർക്സിസ്റ്റുകളാണെങ്കിൽ, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുകളാണെങ്കിൽ അവർ പറയും തൊഴിലാളി വർഗത്തിനെ ചൂഷണം ചെയ്യുന്ന ഒരു മുതലാളിത്ത സംസ്കാരം, അതായത് ക്യാപിറ്റലിസ്റ്റ് സംവിധാനമാണുള്ളത്. അതുകൊണ്ട് തന്നെ വി വിൽ ഹാവ് ടു ഓവർത്രോ ദാറ്റ് ഇൻ ഓർഡർ ടു ഹാവ്
സോഷ്യൽ നമ്മുടെ വർക്കിംഗ് ക്ലാസിന്റെ ഒരു ടോപ്പിക് വരണമെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് വരണമെങ്കിൽ അതിനുള്ള സാധ്യത. അപ്പൊ ഈ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് അതേഴ്സ് ആണ്. അപ്പൊ ഈ പവർ റിലേഷൻ നമ്മൾ മാത്രമല്ല, മനുഷ്യനും ഒരു മൃഗവും തമ്മിലുള്ള പവർ റിലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡൊമിനന്റ് ആയിട്ട് നമ്മളെന്തോ നമ്മൾ പറയുന്ന ജന്മസിദ്ധമായി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പവർ ഇസ് ദി എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ. അപ്പൊ ആ പവർ റിലേഷൻ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് ആനിമൽസിനും മൃഗങ്ങൾക്കും ഇടയിലാണെങ്കിൽ, സോറി ഹ്യൂമൻസിനും മൃഗങ്ങൾക്കിടയിലാണെങ്കിൽ കൂടി പവർ റിലേഷൻ. നമ്മളൊരു ഡൊമിനന്റ് ആനിമൽ ആയി നിന്നുകൊണ്ട് നമ്മൾ ഈ മൃഗങ്ങളെ പ്രകാരമാണ് ചൂഷണം ചെയ്യുന്നത് അല്ലെങ്കിൽ കൊല്ലുന്നതൊക്കെ നമുക്ക് അതിന്റെ മേലൊരു കൺട്രോൾ ഉണ്ട്. നമ്മുടെ ആന്ത്രോപോസെൻട്രിക്, നമ്മളെ മനുഷ്യകേന്ദ്രീകൃതമായ മനുഷ്യനെ മാത്രം കേന്ദ്രത്തിൽ നിർത്തിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിന്റെ ഒക്കെ ആശയുണ്ട്. അപ്പം ഈ പവർ എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും ആ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആസ് എ സബ്ജക്ട് ഇസ് ഓൾസോ അതുപോലെ വൈഡ് ആണ് എന്നുള്ളതാണ്. അത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി കണക്റ്റഡ് വിത്ത് എവ്രിതിങ്. നിങ്ങൾ ഇനി മുന്നോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ജെൻഡർ പൊളിറ്റിക്സ് ഉണ്ട്, എക്കോളജിക്കൽ പൊളിറ്റിക്സ് ഉണ്ട്, നമ്മുടെ സെക്ഷുവാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് എല്ലാ വിഷയങ്ങളുമായി മനുഷ്യൻ ഇടപെടുന്ന സാമൂഹിക വിഷയങ്ങളിലെല്ലാം ഒരു രാഷ്ട്രീയത്തിന്റെ എലമെന്റ്. അപ്പൊ ഈ രാഷ്ട്രീയത്തിന്റെ എലമെന്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായും നമുക്ക് അവിടെ ഒരു റോളും ഒരു റെലവൻസും ഉണ്ട് ഒരു പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ഒരാൾക്ക് എന്നുള്ളതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്ക് പലപ്പോഴും ഈ സോഷ്യൽ സയൻസ് പഠിക്കുന്നവർക്കൊന്നും നമുക്ക് പലപ്പോഴും നമ്മളെ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ കോൺഫിഡന്റ് അല്ല നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ച്. നമ്മുടെ എഞ്ചിനീയറിംഗ് എന്നൊക്കെ മെഡിസിൻ എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ പറയുന്ന ഒരു കോൺഫിഡൻസ് പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ സയൻസോ ഹ്യൂമാനിറ്റീസോ അങ്ങനെയൊക്കെ പഠിക്കുക, കൊമേഴ്സ് മാനേജ്മെന്റ് പിന്നെ കുറച്ചുകൂടി ഉണ്ട് എന്ന് വിചാരിക്കാം. എന്നിരുന്നാലും സോഷ്യൽ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവാറില്ല. പക്ഷെ ഇഫ് യു ലുക്ക് അറ്റ് നമ്മുടെ പുറത്തെ സ്ഥിതി അങ്ങനെയല്ല. ഇഫ് യു ആർ എ ഡോക്ടർ, ഇഫ് യു ആർ എ എഞ്ചിനീയർ, ഇഫ് യു ആർ എ മാനേജ്മെന്റ് പ്രൊഫഷണൽ, ആര് തന്നെ ആയാലും നിങ്ങൾ അവരുടെ ഡിഗ്രിയോടൊപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ ദർ ഇസ് ഷുവർലി ഗോയിങ് ടു ബി ഒരു ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ഡിഗ്രി ഉണ്ടാവും. ബിക്കോസ് അത് നിങ്ങളെ ഗ്രൗണ്ടഡ് ആക്കും എന്നുള്ളതാണ്. നിങ്ങളെ കുറെ കൂടി സമൂഹത്തെ കുറിച്ച് സമൂഹത്തിൽ ഇടപഴകാൻ പറ്റുന്ന പ്രാപ്തരാക്കുന്ന വിധം നമ്മളെ റെഡി ആക്കും എന്നുള്ളതാണ് സോഷ്യൽ സയൻസ് ചെയ്യുന്നത്. പിന്നെ സോഷ്യൽ സയൻസിന്റെ ആ പെർസ്പെക്റ്റീവ്, അത് പൊളിറ്റിക്കൽ ആണെങ്കിലും സോഷ്യൽ ആണെങ്കിലും റിലീജിയസ് ആണെങ്കിലും കൾച്ചറൽ ആണെങ്കിലും ആ പെർസ്പെക്റ്റീവ് എഞ്ചിനീയറിംഗിലാണെങ്കിലും മെഡിസിനിലാണെങ്കിലും കൊമേഴ്സിലൊക്കെ ആണെങ്കിലും വളരെ റെലവെന്റ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് കോൺഫിഡൻസ് ആണ്. നമ്മൾ പഠിക്കുന്ന സബ്ജക്ട് അത്ര മോശമൊന്നുമല്ല, നമ്മൾ പഠിക്കുന്നത് വളരെ നല്ല ഒരു സബ്ജക്റ്റ് ആണ് എന്നുള്ളത് ഒരു കോൺഫിഡൻസ് വന്നാൽ തന്നെ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് പിന്നെ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു തരാൻ പറ്റും, പൊളിറ്റിക്കൽ സയൻസ് കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. നമുക്കൊരു ജെന്യുവിൻ ഇൻട്രസ്റ്റ് ആൻഡ് പാഷൻ ആൻഡ് ലവ് ഫോർ എ സബ്ജക്ട് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ആത്യന്തികമായി നമ്മൾ ഇത് വെറുതെ പഠിച്ചു പോവുകയും നമ്മൾ കുറെ കാണാപ്പാടം പിടിക്കുകയും ഒരാഴ്ചത്തെ പരീക്ഷയ്ക്ക് ശേഷം അത് മറന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന സംവിധാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം വേണ്ടത് നമ്മൾ പഠിക്കുന്ന വിഷയം നല്ലൊരു വിഷയമാണെന്നൊരു ബോധ്യം വേണം. ആ ബോധ്യമാണ് നമ്മൾ പഠിക്കുന്ന വിഷയത്തെ കുറിച്ച് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. ആ കോൺഫിഡൻസ് വിൽ ലീഡ് യു ടു ലവ് ഫോർ ദ സബ്ജക്ട്. നമുക്ക് ആ സബ്ജക്റ്റോട് ഒരു ഇഷ്ടം വന്നാൽ മാത്രമേ ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബുദ്ധിയത നമുക്ക് ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ട് നമ്മൾ നോക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ യാതൊരുവിധ മറ്റ് സാധ്യതകളില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് എടുത്തതാണ് തുടങ്ങിയ ചിന്തകളാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ ആ സബ്ജക്ട് വെറും പരീക്ഷയ്ക്ക് പഠിച്ച് എഴുതി പോകാവുന്ന ഒരു സബ്ജക്ട്. പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ അത്തരത്തിലൊരു സബ്ജക്ട് അല്ല പൊളിറ്റിക്കൽ സയൻസ്. നിങ്ങൾ മറ്റേതെങ്കിലും സബ്ജക്ട്, എനിക്ക് പൊളിറ്റിക്കൽ സയൻസിനോട് അത്രയേറെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പറയും, മറ്റേതെങ്കിലും സബ്ജക്ട് ആയിരുന്നെങ്കിൽ കുറെ കൂടി ടഫർ ആയിരിക്കും. ഇൻ ടേംസ് ഓഫ് ആന്ത്രോപോളജി, സോഷ്യോളജി തുടങ്ങിയ സബ്ജക്റ്റുകളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് ഒരു ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസ് ഉള്ള ഒരു സബ്ജക്ട് ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുറെ കൂടി ലിമിറ്റഡ് ആണ് ഇൻ ദാറ്റ് സെൻസ് എന്നുള്ളത്. പക്ഷേ പൊളിറ്റിക്കൽ സയൻസ് ആസ് എ സബ്ജക്ട് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം എല്ലാ റിലേഷൻഷിപ്പിലും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് തന്നെ. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ബിറ്റ്വീൻ അനിമേറ്റ് ഒബ്ജക്ട്സ് അല്ല, നമ്മൾ മനുഷ്യന്മാരോ അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കൾ മാത്രമായിട്ടല്ല, ജീവനില്ലാത്ത വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളുമായിട്ടും ജീവനില്ലാത്ത വസ്തുക്കൾ തമ്മിലും ഒക്കെ ഈ പറയുന്ന ഒരു തരത്തിലുള്ള ഒരു പവർ റിലേഷൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ആദ്യം എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്, ഈ നമ്മളിപ്പോ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഒരു കരിയർ പാത്ത് എങ്ങനെയാണ്, കരിയർ പ്രോഗ്രഷൻ എങ്ങനെയാണ്, അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുക എന്ന് പറഞ്ഞു.
അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പരമ്പരാഗതമായി ഉള്ള ഒരു ഞാൻ അതിനോടൊപ്പം തന്നെ വാട്ട് ഐ എം ഡൂയിങ് നിങ്ങൾക്ക് അറിയാം, ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിച്ചത്. ഞാൻ ചെയ്യുന്നത് പ്ലേസ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ജോലിയാണ്. നമ്മൾ അത്തരത്തിലുള്ള ഒരു ലോക നമ്മൾ ഒരു സിസ്റ്റത്തിലും കൂടിയാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. ദാറ്റ് എസെൻഷ്യലി നമ്മൾ പഠിക്കുന്ന സബ്ജക്ട് തന്നെ നമ്മൾ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് നമ്മുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നുള്ള ഒരു സാധ്യത അവസാനിച്ചിട്ടുണ്ട്. മൾട്ടി ഡിസിപ്ലിനാരിറ്റിയുടെ കാലം, മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസിന്റെ കഴിവ്, സ്കിൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എക്കണോമിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി തുടങ്ങിയ വിഷയങ്ങളുടെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും നിങ്ങളെ സഹായിക്കും. അതാണ് മൾട്ടി ഡിസിപ്ലിനറി. നമ്മളൊരു വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കും. നമ്മൾക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ കോഴിക്കോട് നഗരത്തിലെ പട്ടിണിയുടെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണെന്ന് വിചാരിക്കാം. ആ പട്ടിണിയുടെ പ്രശ്നത്തെ നമുക്ക് പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ പറയും അത് ഗവൺമെന്റിന്റെ പദ്ധതികളിൽ എവിടെയോ ഉണ്ടായ വീഴ്ചയാണ്. പക്ഷെ ഗവൺമെന്റിന്റെ പദ്ധതികളിൽ ഉണ്ടായ വീഴ്ച മാത്രമാണോ പട്ടിണിക്ക് കാരണം? അതൊരു പട്ടിണി മാറ്റാനുള്ള സൊല്യൂഷനിലുള്ള വീഴ്ചയായിരിക്കാം. പക്ഷെ പട്ടിണി എന്ന യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് കൃത്യമായി ചിലപ്പോൾ എംപ്ലോയ്മെന്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അവരുടെ കാസ്റ്റിൽ നിന്ന് നിൽക്കുന്നതായിരിക്കാം, അവർ ജീവിക്കുന്ന സാഹചര്യത്തിലായിരിക്കാം, അവരുടെ ജെൻഡർ ആയിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ കൂടിയാണ് പട്ടിണി എന്ന് പറയുന്നത്, പോവർട്ടി എന്ന് പറയുന്ന സാധനം ഒരു മൾട്ടി ഡയമെൻഷനൽ. അപ്പൊ ആ മൾട്ടി ഡയമെൻഷനൽ ആകും, അത്തരത്തിലായിരിക്കണം നമ്മുടെ അപ്രോച്ച്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, നമ്മളൊരു പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചു കഴിയുമ്പോൾ നമ്മളൊരു കോർപ്പറേറ്റോ നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടിയോ ഒരു കൺസൾട്ടിങ് ഏജൻസിയോ മറ്റെന്ത് തന്നെയും നമ്മളെ ഒരു ജോലിക്കായി തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചു എന്നതുകൊണ്ട് മാത്രമോ, നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടായ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സർവകലാശാലയിൽ നിന്നോ, നിങ്ങൾ ഇപ്പോൾ അശോക യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ പ്രൈവറ്റ്ലി ഫണ്ടഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ, അല്ലെങ്കിൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയാൽ പോലും നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട ഒരു ജോലിയിലേക്ക് പ്രവേശിക്കണമെന്ന്, എളുപ്പത്തിൽ പ്രവേശിക്കാം എന്ന് നമുക്ക് ആർക്കും വാഗ്ദാനം ചെയ്യാൻ പറ്റില്ല. പകരം നമുക്ക് പറയാൻ പറ്റുക ചില കീ സ്കിൽസ് ഉണ്ട്. അത് ഏത് ജോലിയുമായി ബന്ധപ്പെട്ടും നമ്മുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള പ്രോഗ്രസുമായി ബന്ധപ്പെട്ട് ചില കീ സ്കിൽസ് ആണ് നമ്മൾ കൃത്യമായി പിക്ക് ചെയ്യേണ്ടത്. അതിൽ നമ്മളൊരു സോഷ്യൽ സയൻസ് പഠിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് കണ്ടിന്യൂസ് ലേണിംഗ് ഇല്ല, നമുക്കൊരു വായനയുടെ ഒരു ശീലം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് വേണ്ടത്. അത് പത്രങ്ങളാകാം, വീക്ക്ലികളാകാം, പുസ്തകങ്ങളാകാം. ഈവൻ ഞാനിപ്പോ ഞാൻ വായനയെ പുനഃസൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ യൂട്യൂബ് വീഡിയോകളാകാം. അതും ഒരു വായനയുടെ സാധ്യതയാണ്, അത് പുതിയ വായനയുടെ സാധ്യതയാണ്. അങ്ങനെ തന്നെ ഈ പറയുന്ന നിരന്തരമായി പരിഷ്കരിക്കാൻ, ഒരു പുതുക്കൽ നടത്താനുള്ള ഒരു സാധ്യതയാണ് സോഷ്യൽ സയൻസ്. കാരണം നിങ്ങൾ സോഷ്യൽ സയൻസ് നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവും, നമുക്ക് സോഷ്യൽ സയൻസിന്റെ പ്രത്യേകത തന്നെ നമ്മൾ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് MA പഠിക്കുന്ന കാലഘട്ടമോ ഇപ്പം തട്ടിച്ചു നോക്കുമ്പോൾ ഞാനൊന്നും വായിക്കുന്നില്ല. എങ്കിൽ കൂടിയും MA ഒക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ക്ലാസ്സിന് മുമ്പായി വായിക്കേണ്ടത് എനിക്ക് തോന്നുന്നു ഒരു 7, 8, 9 റിസർച്ച് പേപ്പറുകളൊക്കെ വായിച്ചാൽ മാത്രമേ ഒരു ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുന്ന സംവിധാനം ഉണ്ടായിരുന്നു. കാരണം അത് നമ്മളിൽ ഒരു സെൻസ് ഒരു സാധനമാണ് ഡ്രിൽ ചെയ്യുന്നത്. സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര കോംപ്ലക്സ് ആണ്. അപ്പൊ അത് പഠിച്ച് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ നിരന്തരമായ വായനയും നിരന്തരമായ പരിഷ്കരണവും ആവശ്യമാണ്. നമ്മൾ റീലേൺ, അൺലേൺ തുടങ്ങിയ വാക്കുകളൊക്കെ നിങ്ങൾ പ്രയോഗിച്ച് കേട്ടിട്ടുണ്ടാവും. അത് നമുക്ക് മാത്രം ഉപയോഗിക്കുന്നതല്ല, മൊത്തം കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് റീലേൺ എന്നും അൺലേൺ എന്നും. റീലേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ധാരണകൾക്ക് മേളിൽ ഉള്ള ഒരു പഠനം എന്നുള്ളതാണ്. നമുക്ക് സ്ത്രീകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടാവും, എങ്ങനെയാണ് സമൂഹത്തിൽ നമുക്ക് ജാതിയായിട്ട് ബന്ധപ്പെട്ട് റിലീജനായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ടാവും. അത് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള കാഴ്ചപ്പാടായിരിക്കും. ആ കാഴ്ചപ്പാടിനെ കൂടുതൽ കൂടുതൽ നന്നായ രീതിയിൽ വിശകലനം ചെയ്ത് കൂടുതൽ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അൺലേണിംഗ് എന്നുള്ള പ്രോസസ്സിലേക്ക് വരും. നമ്മുടെ തെറ്റായ കുറെ ധാരണകളും മുൻവിധികളും ഉണ്ടാവും. അത് മാറ്റി നമ്മൾ അൺലേൺ ചെയ്ത് മുന്നോട്ട് പോകും. അപ്പൊ സോഷ്യൽ സയൻസ് നമ്മൾ അതിനെ സഹായിക്കുന്നുണ്ട്. നമ്മൾ നിരന്തരം പരിഷ്കരിക്കാനും പുതുക്കാനും ഉള്ള ഒരു അവസരമാണ് സോഷ്യൽ സയൻസ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നിരന്തരം വായിക്കണം. അപ്പൊ വായനയുള്ളവരായിരിക്കും. രണ്ടാമത്തെ ഒരു കീ സ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാനുള്ള ഒരു കപ്പാസിറ്റി. സോഷ്യൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, നമ്മൾ ഇക്വേഷൻസിലൂടെ അല്ല സോഷ്യൽ സയൻസ് പഠിക്കുന്നത്. നമ്മൾ കൺസെപ്റ്റ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള വാക്കുകളിലൂടെ. അപ്പൊ റൈറ്റിംഗ് സ്കിൽ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. നമ്മളെ സംബന്ധിച്ച് റൈറ്റിംഗിന്റെ സ്കില്ല് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ ഒരാൾ ഹയർ ചെയ്യുമ്പോൾ ബേസിക് എക്സ്പെക്ടേഷൻ നമ്മുടെ അടുത്തുനിന്നുള്ളതെന്ന് പറഞ്ഞാൽ, ആ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായി എഴുതാൻ സാധിക്കുമെന്നോ, നമുക്ക് ഒരു ഡോക്യുമെന്റ് ഡ്രാഫ്റ്റ് ചെയ്യാൻ നമുക്കൊരു കപ്പാസിറ്റി ഉണ്ടാവും, തെറ്റില്ലാതെ നല്ല ഗ്രാമറിൽ
നമ്മുടെ മലയാളമാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് എഴുതാൻ സാധിക്കും. അത് ആദ്യത്തെ പോയിന്റുമായിട്ട് കണക്ട് ചെയ്താൽ പറയുന്നത് അത് വെറുതെ ഉണ്ടാകുന്ന ഒന്നല്ല. നമ്മൾ നിരന്തരം വായിക്കുകയും നമുക്ക് അങ്ങനെ ഒരു പദസമ്പത്ത്, നമ്മുടെ വൊക്കാബുലറി എന്ന് പറയുന്ന സാധനം ബിൽഡ് ചെയ്ത് കഴിയുമ്പോഴും ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എങ്ങനെ ഭംഗിയായിട്ട് എഴുതാം എന്നുള്ളതിനൊക്കെ നമുക്ക് കുറെ വായനയിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ സ്വപ്നത്തിലോ വെളിപാടിലോ ഒന്നും നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ഒന്നുമല്ല. നമ്മളത് നിരന്തരമായി പരിശീലിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ ഈ കാണാപ്പാഠം പഠിച്ച് പരീക്ഷ എഴുതുന്നതിന് പകരം നമ്മൾ ഈ പഠിക്കുന്ന കൺസെപ്റ്റുകളായി പഠിച്ചതിന് ശേഷം നമ്മളുടെ വാക്കുകളിൽ നല്ല മനോഹരമായി പരീക്ഷയ്ക്ക് എഴുതുക. തെറ്റുകൾ പറ്റും, മാർക്ക് കുറയും, പക്ഷേ ഇവഞ്ച്വലി യു വിൽ ലേൺ, നമ്മൾ ലേൺ ചെയ്യും. അതുപോലെ തന്നെ അനേകമായിരം സാഹചര്യങ്ങളുണ്ട്. ഇപ്പോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും ബ്ലോഗുകളിലൂടെയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയാം. നമുക്ക് എല്ലാ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് അഭിപ്രായമുണ്ട്. നമ്മൾ മലയാളികളെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അഭിപ്രായം പറയാൻ വളരെ താല്പര്യമുള്ള അഭിപ്രായ ജീവികൾ തന്നെയാണ് നമ്മൾ. ഇതിനെ കുറിച്ചൊക്കെ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, നിരന്തരമായി അഭിപ്രായം പറയുന്ന എന്നുള്ളതാണ്. അപ്പൊ ഈ അഭിപ്രായം നമുക്കൊക്കെ ഉണ്ട്. അപ്പൊ അഭിപ്രായം നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുമില്ലെങ്കിൽ നമുക്ക് അഭിപ്രായം നമുക്ക് ഒരു ബ്ലോഗായിട്ടോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ടോ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് ഈ അഭിപ്രായം എഴുതി വെക്കാം. ആ എഴുത്ത് എന്ന് പറയുന്നത് എഴുത്തൊരു മസിൽ മെമ്മറി പോലെയാണ്. നിങ്ങൾക്കറിയാം, നീരജ് ചോപ്ര ജാവലിൻ എറിയുന്നത് നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. നമ്മൾ വിചാരിക്കുന്നത് നീരജ് ചോപ്ര എറിയുമ്പോൾ നമുക്ക് സ്വർണം തന്നെ കിട്ടുമെന്നാണ് നമ്മൾ ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്നത്. അത് നീരജ് ചോപ്ര നിരന്തരമായ പരിശീലനത്തിലൂടെ നേടിയെടുക്കുന്നതാണ്. ആ മസിൽ മെമ്മറിയാണ്. ആ നീരജ് ചോപ്ര വന്ന് നിന്ന് കഴിയുമ്പോൾ, ആ ജാവലിൻ കയ്യിലേക്ക് എടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് സ്വാഭാവികമായി നീരജ് ചോപ്രയുടെ ശരീരത്തിന് അറിയാം. മസിൽ മെമ്മറി എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എഴുത്ത് നമുക്കൊരു മസിൽ മെമ്മറി പോലെയാണ്. നമുക്ക് നല്ല രീതിയിൽ എഴുതാം. മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭാഷ ഏതായാലും തന്നെയും നിങ്ങൾക്ക് നന്നായി എഴുതാൻ പറ്റുക എന്ന് പറയുന്നത് ദാറ്റ് വിൽ മേക്ക് യു വെരി വെരി സ്ട്രോങ്. രണ്ടാമത്തത് അനാലിസിസിന്റെ ഒരു സ്കില്ലാണ്. നമുക്ക് മുമ്പിൽ വരുന്ന ഒരു വിഷയത്തെ കൃത്യമായി പഠിച്ച് അതിനെ അപഗ്രഥിച്ചുകൊണ്ട് നമുക്കൊരു ഉത്തരത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഒപ്പീനിയനിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ്. നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഒരു വിഷയത്തെ അതിന്റെ ആഴത്തിൽ പഠിച്ചുകൊണ്ട് അതിന്റെ എല്ലാ മേഖലകളെയും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഉത്തരത്തിലേക്ക്, ഒരു ഒപ്പീനിയനിലേക്ക് എത്താൻ നമ്മുടെ പരീക്ഷയ്ക്ക് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതിന്റെ വലിയ രീതിയിൽ ഞാൻ പറയുന്നു എന്ന് മാത്രമേ. നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന പ്രശ്നം, ഫോർ എക്സാമ്പിൾ നമ്മൾ ജോലി എടുക്കാം. നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ജോലികളെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവസാനത്തിലേക്ക്. അത് നിങ്ങൾക്ക് UGC നെറ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അധ്യാപകനാകാം എന്നുള്ളത്, അത് ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ജോലിയാണ്. പക്ഷെ ഞാൻ അതിന്റെ ഒന്ന് രണ്ട് പ്രശ്നങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ അതിന്റെ പ്രശ്നങ്ങളിലേക്ക്, അതിന്റെ ഒന്ന് രണ്ട് തടസ്സങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സർക്കാർ ജോലിയോ ഒരു എയ്ഡഡ് സ്ഥാപനത്തിലെയോ ടീച്ചിങ് ജോലിയാണ്. ഒന്ന് രണ്ട് പ്രശ്നങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, എയ്ഡഡ് മേഖലയിലെ ടീച്ചർമാരുടെ ജോലി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. കാരണം നമ്മളുടെ PG വെയിറ്റേജ് എടുത്തു കളയുന്നതോട് തന്നെ നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് വളരെയേറെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. നിങ്ങൾക്കറിയാം, സാമ്പത്തിക മാന്ദ്യം സർക്കാരുകൾ ണ്ട്. അപ്പം അതായത് കൊണ്ട് തന്നെ പുതിയ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് സർക്കാരിൽ വലിയ വളരെയേറെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ടീച്ചിങ് ജോലി എന്ന് പറയുന്നത് സർക്കാരിലോ അർദ്ധ സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു സംവിധാനമായി മാറുന്നുണ്ട്. യൂണിവേഴ്സിറ്റികളിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഹൈ കോമ്പറ്റീഷൻ ആണ്. പിന്നെയുള്ളത് സെൽഫ് ഫിനാൻസിങ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. സെൽഫ് ഫിനാൻസിങ് എന്ന് പറയുന്നത് സ്വന്തം പൈസ മുടക്കി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉള്ള സംവിധാനത്തെയാണ് സെൽഫ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. എയ്ഡഡിലാവുമ്പോൾ സർക്കാരിന്റെ ഒരു ഗ്രാൻഡോട് കൂടി പഠിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഈ സെൽഫ് ഫിനാൻസിങ് സ്ട്രീമിലാണ് നിങ്ങൾക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ കാലമാണ്. ആ കോളേജുകളിൽ സാലറി നിങ്ങളുടെ കഴിവിന്, നിങ്ങളുടെ റിസർച്ച് എക്സ്പീരിയൻസ്, നിങ്ങളുടെ ടീച്ചിങ് എബിലിറ്റി, ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാലറിയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ ടീച്ചിങ്ങിന്റെ രീതിയും മാറുന്നു. അപ്പൊ ടീച്ചിങ് എന്നുള്ള ഒരു സ്വാഭാവിക സാധ്യതയാണ്. മാസ്റ്റേഴ്സിന് ശേഷം നിങ്ങൾ UGC നെറ്റ് എഴുതി പാസ്സാവുന്നു. നെറ്റ് എഴുതി പാസ്സായതിനു ശേഷം നിങ്ങൾ അധ്യാപനത്തിലേക്ക് കടക്കുന്നു. ഇനി ഇപ്പോഴും അധ്യാപനത്തിന്
UGC നെറ്റ് UGC നെറ്റ് ആയിരുന്നു അടിസ്ഥാന യോഗ്യതയെങ്കിൽ ഇനി മുതൽ അത് PhD ആയി മാറുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു PhD 5 കൊല്ലം PhD കൂടി ഇൻവെസ്റ്റ് ചെയ്യാം. ആ PhD കൂടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വരണം. പക്ഷെ നിങ്ങൾ PhD കൂടി ഇൻവെസ്റ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേക്കും PhD-കാരുടെ എണ്ണം കൂടുമ്പോൾ പിന്നെ പോസ്റ്റ് ഡോക്ക് ആയിരിക്കും മാനദണ്ഡം. അപ്പൊ പോസ്റ്റ് ഡോക്കിന് വേണ്ടിയിട്ട് പോകേണ്ടി വരും. അപ്പൊ ഇതൊരു ഒരിക്കലും അവസാനിക്കാത്ത ഒരു സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കാനേ സാധ്യതയുള്ളൂ. ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് ആണ്, അതിനുവേണ്ടിയുള്ള കോമ്പറ്റീഷനും അതുപോലെ ഹയർ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അതിനേക്കാൾ ഹൈലി റിവാർഡിംഗ് ആയിട്ടുള്ള എത്രയോ ജോലികളുണ്ട്. ഒരു ജോലി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒന്ന് സ്പീച്ച് റൈറ്റർ എന്ന് പറഞ്ഞൊരു ജോലിയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ നരേന്ദ്രമോദി അല്ലെങ്കിൽ പിണറായി വിജയൻ, ഈ പറയുന്നവരൊക്കെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രസംഗം, പ്രസംഗം എന്നൊക്കെ പറയുന്ന പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ പ്രസംഗം എന്ന് പറയുന്നത് അവരാരും രാത്രി ഉറക്കമൊളിച്ച് എഴുതുന്ന പ്രസംഗങ്ങളല്ല. അത് നമ്മളെ പോലെ ഒരു പൊളിറ്റിക്കൽ സയൻസോ സോഷ്യോളജിയോ സോഷ്യൽ സയൻസോ ഒക്കെ പഠിച്ച ഒരാള് എഴുതി കൊടുക്കുന്ന പ്രസംഗങ്ങൾ വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിലെ ഓരോ വാക്ക് എണ്ണിയാണ്, ഓരോ പാരഗ്രാഫ് എണ്ണി പൈസ വാങ്ങുന്നവരുമാണ്. എനിക്കറിയാവുന്ന സ്പീച്ച് റൈറ്റർമാര് എന്റെ കൂടെ കോളേജിലുണ്ട്, യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ രാഷ്ട്രീയ നേതാവിന് വേണ്ടി ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ എഴുതി കൊടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഓരോ രാഷ്ട്രീയ പ്രസംഗത്തിന് വാങ്ങുന്ന സാലറി എന്ന് പറയുന്നത് ഇവിടുത്തെ ഏതൊരു സർക്കാർ ജോലിക്കും തരാവുന്നതിലും അധികമായിട്ടുള്ള സാലറി. അപ്പൊ ഞാൻ പറയുന്നത് പരമ്പരാഗത രീതിയിലല്ലാത്ത മറ്റ് ജോലി സാധ്യതകൾ അനവധിയുണ്ട് എന്ന് പറയും. അപ്പോ ഈ രാഷ്ട്രീയ പ്രസംഗങ്ങൾ എഴുതി കൊടുക്കുന്നതിന് അതിന് ഞാൻ നേരത്തെ പറഞ്ഞ കീ സ്കിൽസ് അനാലിസിസ് എന്ന് പറഞ്ഞ സ്കിൽ, നിങ്ങൾക്ക് മുമ്പിൽ വരുന്ന ഒരു വിഷയത്തെ ആരോടാണോ നിങ്ങൾ സംവദിക്കാൻ കോൺവെർസേഷനിലാകാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ പ്രസംഗത്തിന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും കൈ വയ്ക്കാറുണ്ട്, നമുക്ക് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാറുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു പഠിച്ചു വെച്ച പ്രസംഗം കൂടി പറയണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. ആ പഠിച്ചു വെച്ച പ്രസംഗം പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾക്ക് അത് ഇഷ്ടമാവുകയും ആ ഇഷ്ടം വോട്ടായി ട്രാൻസ്ലേറ്റ് ചെയ്യുകയൊക്കെ വേണം. അപ്പം അതത്ര എളുപ്പമുള്ള ഒരു പണിയല്ല, പക്ഷെ വളരെയേറെ സോർട്ട് ആഫ്റ്റർ ജോലിയാണ്. അത്തരത്തിൽ ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റുന്ന, മനോഹരമായിട്ട് എഴുതാൻ പറ്റുന്ന ആളുകൾക്ക് എവിടെയും, ഇതിപ്പോ സ്പീച്ച് റൈറ്റിംഗ് ആവണമെന്നില്ല, അത് പോളിസി ഡ്രാഫ്റ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നതിനായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തന്നെയായാലും ഈ പറയുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള വലിയ ഡിമാൻഡ് ഉള്ളതാണ്. ഇനി മറ്റൊരു ജോലിയാണ് ഈ സെഫോളജിയുമായി ബന്ധപ്പെട്ട്. സെഫോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി സ്റ്റഡി ഓഫ് ഇലക്ഷൻസ്. എങ്ങനെയാണ് ഇലക്ഷൻ ഉണ്ടാകുന്നത്? നിങ്ങൾ എക്സിറ്റ് പോളുകൾ, മോക്ക് പോളുകൾ, അങ്ങനെ പല പോളുകളും കേട്ടിട്ടുണ്ടാവും. ഈ എക്സിറ്റ് പോളുകൾ ചെയ്യുമ്പോൾ സ്റ്റാറ്റിസ്റ്റീഷ്യന്മാരാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ കൂടിയും ഒരു പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച ഒരാളുടെ പ്രസൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതൊരു പൊളിറ്റിക്കൽ ഓപ്പറേഷൻസ് ആയതുകൊണ്ട്, പൊളിറ്റിക്കൽ ആക്ട് ആയതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആണ് എപ്പോഴും മുൻഗണന കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് യോഗേന്ദ്ര യാദവ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പത്രം വായിക്കുന്നവരാണെങ്കിൽ പരിചയമുള്ള ഒരു പേരായിരിക്കും യോഗേന്ദ്ര യാദവ്. ടെന്യൂര് പ്രൊഫസർ ആയിരുന്നു, ഇപ്പോൾ അറിയപ്പെടുന്ന സെഫോളജിസ്റ്റ് ആണ്. അപ്പൊ സെഫോളജി എന്ന് പറയുന്നത്, ഈ സെഫോളജി ഇലക്ഷനിങ് മാർക്കറ്റ് റിസർച്ച് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയായി പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ മണ്ടന്മാരാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാരെയാണ്. പക്ഷെ എന്റെ ഒരു അനുഭവത്തിലും എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഏറ്റവും ബുദ്ധിയുള്ള ആളുകളാണ് രാഷ്ട്രീയത്തിൽ ഏറ്റവും ശോഭിക്കുക എന്നുള്ളതാണ്. അവരാണ് കൃത്യമായി ആളുകളുടെ പൾസ് അറിയുന്നവര്, വളരെയേറെ ബുദ്ധി കൂർമ്മതയോടെ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നവരൊക്കെ. അപ്പൊ അവര് റൺ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത് വളരെയേറെ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് നമ്മുടെ ഇലക്ഷനെ ആലോചിക്കുന്ന ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ്. രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ സമയത്തും ഇലക്ഷനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അവർ നടത്തുന്ന മൈക്രോ സർവേകൾ ഒരുപാട്. രാഷ്ട്രീയ പാർട്ടി നിരന്തരമായി സർവേകൾ നടത്തും, നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ ആയിട്ട്. എങ്ങനെയാണ് ട്രെൻഡ്, ആ സർക്കാരിനെ അനുകൂലിച്ചാണോ, സർക്കാരിന്റെ ഏത് പദ്ധതിയാണ് സ്ത്രീകൾക്കിടയിൽ ഏറ്റവും പോപ്പുലർ, സർക്കാരിന്റെ ഏത് പദ്ധതിയാണ്, ഏത് മിനിസ്റ്ററാണ് യുവാക്കൾക്കിടയിൽ പോപ്പുലർ. ഈ പറയുന്ന സർവേകൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കും. ആ സർവേകളിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടാണ് അവർ രാഷ്ട്രീയമായിട്ട് ഒരു തീരുമാനമെടുക്കാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് അവര് കുറച്ചുപേര് വട്ടം കൂടിയിരുന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ് പിന്നീട് പ്രധാനപ്പെട്ട തീരുമാനങ്ങളായി ഒക്കെ വരുന്നത്. അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് മോഡിജി
നമ്മുടെ സ്ത്രീകൾക്ക് ഗ്യാസ് കണക്ഷൻ എന്ന് പറഞ്ഞ ഒരു 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 ഉജ്ജ്വല സ്കീം എന്ന സ്കീം കൊണ്ടുവന്നു. അതിന് പിന്നിലുള്ള യുക്തി എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത് എന്തുകൊണ്ട് നമ്മുടെ സ്വച്ഛ് ഭാരത് അഭിയാനിലൂടെ ഇന്ത്യയിലെ മൊത്തം ഭവനങ്ങളിലേക്കും ടോയ്ലറ്റിന്റെ സംവിധാനം കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? അല്ലെ ജൽജീവൻ മിഷനിലൂടെ എന്തുകൊണ്ടാണ് വെള്ളം എത്തിക്കുന്നത്? സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള പദ്ധതികൾ എന്തുകൊണ്ട് കൂടി വരുന്നു? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഈ രാഷ്ട്രീയ പാർട്ടികൾ നിരന്തരം നടത്തുന്ന സർവേകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് സ്ത്രീകളുടെ വോട്ടാണ് എളുപ്പത്തിൽ. സ്ത്രീകളുടെ വോട്ട് എന്ന് പറയുന്നത് അങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള വോട്ട് ബാങ്ക് അല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തീരെഴുതി കൊടുത്തതല്ല. അവരവരുടെ സ്വയിച്ചാൽ ഇൻഡിപെൻഡന്റ് ആയി ചിന്തിച്ച് വോട്ട് ചെയ്യുന്നവരാണ് സ്ത്രീകൾ. അപ്പൊ സ്ത്രീകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്കീമുകൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് അവർക്ക് സ്വീകാര്യമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഇലക്ഷനിൽ അവര് കൂടുതലായി നിങ്ങൾക്ക് വോട്ട് ചെയ്യുകയും അങ്ങനെ നിങ്ങൾക്ക് അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ആ സ്പേസിൽ പൊളിറ്റിക്കൽ പാർട്ടീസുമായി ബന്ധപ്പെട്ടുള്ള സ്പേസിൽ വളരെയേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ പറയുന്നത് പോലെ പാർട്ടികൾക്ക് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സഹായിക്കാൻ ഒരുപാട് പേര് വേണം. ഇപ്പം ഇലക്ഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്ന ഒരു സംവിധാനവും സംഗതിയാണ്. അപ്പം ഇലക്ഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആയി മാറുന്നുണ്ട്. ഇലക്ഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ഇലക്ഷൻ സീസൺ എന്ന് പറഞ്ഞാൽ വളരെ ലോങ് ഡ്രോൺ ആയിട്ടുള്ള സീസണാണ്. ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എന്തൊക്കെ കാര്യങ്ങൾ തയ്യാറാക്കാൻ. പോസ്റ്ററുകളും ബാനറുകളും പ്രചരണ ഗാനങ്ങളും, പിന്നെ കാൻഡിഡേറ്റിന്റെ ഓരോ ദിവസത്തെ ക്രമവും, കാൻഡിഡേറ്റ് എവിടെ പോകണം, കാൻഡിഡേറ്റ് ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണം, ഏത് തരം വാക്കുകൾ ഉപയോഗിച്ചാണ് പോസ്റ്ററുകളിൽ കണ്ടന്റ് വരേണ്ടത്. നിങ്ങൾക്കറിയാം ഈ കാലഘട്ടത്തിലൊക്കെ എല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതാണ്. അപ്പൊ അതൊക്കെ സ്ട്രാറ്റജൈസ് ചെയ്യുക, എന്ത് പറയണം, ഏത് വിഭാഗം വോട്ടർമാരെ കാണണം, ഏത് തരത്തിലുള്ള പ്രചരണ പരിപാടികൾ നടത്തണം, അതിലുൾപ്പെടെ ഏത് കാൻഡിഡേറ്റ് നിങ്ങൾക്ക് ചില രാഷ്ട്രീയ പാർട്ടികൾ, BJP പോലെ രാഷ്ട്രീയ പാർട്ടികൾ ചിലയിടങ്ങൾ നടത്തുന്ന സർവേയിൽ ഏത് കാൻഡിഡേറ്റിനെ കൊണ്ടുവന്നാലാണ് സാധ്യത കൂടുതലുള്ളത്, ഈ കാസ്റ്റ് ഗ്രൂപ്പിങ്ങൾക്ക് അനുസരിച്ചുള്ള കാൻഡിഡേറ്റിനെ കൊണ്ടുവരുന്നു. ഈ പറയുന്നതെല്ലാം ഇലക്ഷൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട. അപ്പൊ ഇലക്ഷൻ നിങ്ങൾക്ക് പ്രശാന്ത് കിഷോർ എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ പിന്നീട് പരിചയപ്പെടും. പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ഒരാൾ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം ചെയ്യുന്നത് ഇലക്ഷൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ചായ് പേ ചർച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മോഡി 2014 അധികാരത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള ചായ് പേ ചർച്ച ഉണ്ടായിരുന്നു. ആ തുടങ്ങിയ ആശയങ്ങളൊക്കെ ആദ്യമായി കൊണ്ടുവരുന്ന പ്രശാന്ത് കിഷോറാണ്. പ്രവീൺ കൊടുകലു, അങ്ങനെ ഒരുപാട് പേര് ഇപ്പോ ഈ ഇലക്ഷൻ ക്യാമ്പയിൻ സ്പേസിലുണ്ട്. ഇലക്ഷൻ ക്യാമ്പയിൻ സ്പേസ് എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് ഇലക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്കറിയാം, ഒരു ഉത്സവം നടത്തണമെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് നമുക്ക് ആവശ്യമായി വരിക എന്നുള്ളത്. അപ്പം 10,000-കണക്കിന് കോടി രൂപയാണ് ഒരു ഇലക്ഷൻ സീസണിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം ഹ്യൂജ് ലോട്ട് ഓഫ് മണി ടു ബി മെയ്ഡ്. വളരെയേറെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഏരിയയാണ്. നിങ്ങൾക്കറിയാം, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിരവധി ചെലവുകളുണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്യുകയും ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പണത്തിനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു പരമ്പരാഗതമായ സംവിധാനമാണ് ജേർണലിസം എന്ന് പറയുന്ന സംവിധാനം. ജേർണലിസത്തിന്റെ നമ്മൾ മനസ്സിലാക്കുന്ന ജേർണലിസം എന്ന് പറയുന്നത് റാപ്പിഡ്ലി മാറുന്നുണ്ട് അല്ലെ. നമ്മൾ സ്റ്റാർ ആങ്കർമാരുടെ കാലമാണ്. കാരണം നിങ്ങൾ നമ്മൾ അരുൺകുമാർ എന്ന് പറയുന്ന ഒരു ആങ്കർ ഉണ്ട്. അരുൺകുമാർ ഒരു പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസർ ആയിരുന്നു. പിന്നെ പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസർ ആയ അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസർഷിപ്പ് ഒഴിവാക്കിയതിനു ശേഷം ഫുൾ ടൈം ആയിട്ട് റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്യുന്നു. ശ്രീകണ്ഠൻ നായരെ നിങ്ങൾക്ക് അറിയാം. അങ്ങനെ സ്റ്റാർ ആങ്കർമാരുടെയാണ്. അവരുടെ സാലറി പാക്കേജിങ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പലപ്പോഴും ഞെട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ജേർണലിസം എന്ന് പറയുന്നത് കാരണം ഞാൻ പറയുന്ന ജോലികൾക്കൊക്കെ അതിൻ്റെതായ സ്കിൽ റിക്വയർമെന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ ബേസിക് സ്കിൽ റിക്വയർമെന്റ് ഇല്ലാതെ നമുക്ക് ഈ ജോലികളൊക്കെ സ്വായത്തമാക്കാമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ജേർണലിസത്തുമായി ബന്ധപ്പെട്ട്, ജേർണലിസത്തിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ജേർണലിസമാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ പത്രമാധ്യമങ്ങളിലാണെങ്കിൽ നിങ്ങൾക്കറിയാം, പത്രത്തിന്റെ നടുപ്പേജ് എന്ന് പറഞ്ഞ പേജ് ഉണ്ട്. നമ്മൾ എഡിറ്റോറിയൽ ഒപ്പീനിയൻ പീസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ ഒപ്പീനിയൻ പീസുകളൊക്കെ എഴുതുന്ന മിക്കവാറും നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ പറയുന്ന ഏരിയകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. പിന്നെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത, സാധാരണ ആളുകൾ പറയാത്ത ഒരു മേഖലയെ കുറിച്ച് കൂടി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, നമുക്ക് നല്ല രാഷ്ട്രീയക്കാരെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഏറ്റവും നല്ല കാര്യം, നമ്മുടെ രാഷ്ട്രീയത്തെ, നമ്മുടെ രാഷ്ട്രീയക്കാരെ ഒക്കെ നിരന്തരം കുറ്റം പറയാറുണ്ട് അല്ലെ. നമ്മുടെ രാഷ്ട്രീയക്കാരെ പോരാ, നമ്മുടെ രാഷ്ട്രീയക്കാര് അത്ര നല്ലവരല്ല, അവർക്ക് അത്ര കഴിവുള്ളവരാണോ എന്നുള്ള സംശയം ഉണ്ടെന്ന്.
നമ്മുടെ രാഷ്ട്രീയക്കാരെ എവിടെ നിന്നും പ്രത്യേകിച്ച് നമ്മൾ ചൊവ്വയിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ കൊണ്ടുവരുന്ന ആളുകളല്ല, നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നവരാണ്. അപ്പൊ ഈ രാഷ്ട്രീയം പഠിക്കുന്നതിലൂടെ നമുക്ക് വളരെ വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കാളികളായിക്കൊണ്ട് മുഴുവൻ സമയ രാഷ്ട്രീയക്കാരാവുക എന്നുള്ളത്. ഈ മുഴുവൻ സമയ ആവുക എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് മോശമായിട്ടൊരു തൊഴിലല്ല, നമ്മുടെ ജനാധിപത്യമാണ്, പ്രാതിനിധ്യ ജനാധിപത്യം, റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയാണ്. ആ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയിൽ നമുക്ക് നല്ല രാഷ്ട്രീയക്കാരെ ആവശ്യം. ഇപ്പൊ നിങ്ങൾ നല്ലവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾക്ക് നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായും തിരഞ്ഞെടുക്കാൻ രാഷ്ട്രീയം എന്നൊരു മേഖല, ഒരു സേവന തൊഴിൽ മേഖല തന്നെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. പേ ഒന്നും വലിയ മോശമൊന്നുമില്ല. നമുക്കറിയാം നമ്മുടെ MLA-മാർക്ക് MP-മാർക്ക് കൊടുക്കുന്ന പേ ഒന്നും അത്ര വലിയ മോശമില്ല. യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടത്. രണ്ടാമത് ഇനിയുള്ളത് ലെജിസ്ലേറ്റീവ് എയ്ഡ് ടു മെമ്പർ ഓഫ് പാർലമെന്റ് ഓർ MLA എന്ന് പറയുന്ന ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MLA-മാർക്കും MP-മാരെ സഹായിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് തന്നെ ഇതിനൊരു പരിധിയുണ്ട്. അവരെ സഹായിക്കുക എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ്. നിങ്ങൾക്കറിയാം മിനിസ്റ്റർമാരെ പാർലമെന്റിൽ സംസാരിക്കാറുണ്ട്, മിനിസ്റ്റർമാര് ബില്ലുകൾ അവതരിപ്പിക്കാറുണ്ട്. ഈ ബില്ലുകളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ലെജിസ്ലേറ്റീവ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു ജോലിയുണ്ട്. ആ ലെജിസ്ലേറ്റീവ് അസിസ്റ്റന്റ് MLA and MP എന്ന് പറയുന്ന ഒരു ജോലിയുണ്ട്. ആ ജോലി സാധ്യതയുണ്ട്. പിന്നെ പബ്ലിക് പോളിസി എന്ന് പറഞ്ഞ വിശാലമായ ഒരു ഏരിയ ഉണ്ട്. പബ്ലിക് പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക് എന്ന് പറഞ്ഞ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ പോളിസികൾ നിർമ്മിക്കുക. പോളിസികൾ എന്ന് വെച്ചാൽ നയരൂപീകരണം, നയങ്ങൾ നിർമ്മിക്കുക. ഇപ്പൊ എങ്ങനെയായിരിക്കണം കോഴിക്കോട് നഗരത്തിലെ ട്രാൻസ്പോർട്ട് ആയിരിക്കണം, എങ്ങനെയാണ് കൂടുതൽ CNG വാഹനങ്ങളാണോ നമുക്ക് ആവശ്യം, കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണോ നമുക്ക് ആവശ്യം, കനാൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബോട്ടുകളിലൂടെയുള്ള സഞ്ചാരത്തിനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു ട്രാൻസ്പോർട്ട് പോളിസി. അപ്പൊ ഹെൽത്തിനാണെങ്കിൽ അങ്ങനെ. അപ്പോ അത്തരത്തിൽ റിസർച്ചുമായി ബന്ധപ്പെട്ട് ഇത്തരം പോളിസികൾ സജസ്റ്റ് ചെയ്യാം. ഇത്തരം പോളിസികൾ ഇവിടെ മാത്രം നമുക്ക് ഗവൺമെന്റിന് മാത്രമല്ല, നിങ്ങളൊരു കമ്പനിയാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഒരു ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൈവസി പോളിസി വേണം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഡാറ്റ എപ്രകാരമാണ് കൈകാര്യം ചെയ്യുക എന്നതിനൊരു പോളിസി വേണം. നിങ്ങളുടെ ക്യാമ്പസുകളിൽ എങ്ങനെയാണ് എംപ്ലോയ്മെന്റിന്റെ ഈ പറയുന്ന എംപ്ലോയർ റിലേഷൻ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമ്പസ് സെറ്റപ്പ് ചെയ്യുന്നത് ആ രാജ്യത്തെ നിയമങ്ങളുമായിട്ട് എങ്ങനെയാണ് കൃത്യമായി പാലിച്ചുകൊണ്ട് ചെയ്യുന്നത്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ പറയുന്ന പോളിസി. അപ്പം പോളിസി എന്ന് പറയുന്നത് സർക്കാരുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, കമ്പനികൾക്കും ഈ പറയുന്ന പോളിസികൾ നിർമ്മിച്ചു കൊടുക്കുക. ഈ പോളിസികൾ ഈ പറയുന്ന നിങ്ങൾക്ക് ഒബ്സർവ് റിസർച്ച് ഫൗണ്ടേഷനുകളുണ്ട്, സെന്റർ ഫോർ പോളിസി റിസർച്ച് എന്ന് പറഞ്ഞ ഈ പോളിസി റിസർച്ച് ഏജൻസീസിലൊക്കെ നിങ്ങൾക്ക് പോളിസി റിസർച്ചർ ആയിട്ടോ പോളിസി അസിസ്റ്റന്റ് ആയിട്ടോ ഒക്കെ ജോലി ചെയ്യുമ്പോൾ നല്ലൊരു രീതിയിലുള്ള സാലറി തന്നെയാണ് ഇതിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിലൊന്നും സാലറിക്ക് യാതൊരു കുറവും നിങ്ങൾ പിടിക്കുന്ന. പിന്നെയുള്ള മേഖല ഇന്റർനാഷണൽ റിലേഷൻസ് എന്നുള്ളതാണ്. ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ മറ്റു രാജ്യങ്ങളുമായിട്ടും അയൽ രാജ്യങ്ങൾ ഉള്ള ബന്ധം എങ്ങനെയാണ്, നയതന്ത്രം, നമ്മൾ ഡിപ്ലോമ എന്നൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത, സാധാരണ നിങ്ങൾക്ക് അറിയാവുന്ന ജോലിയാണ്, നിങ്ങൾ IAS IPS IFS ആയി കഴിഞ്ഞാൽ, ഫോറിൻ സർവീസിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡിപ്ലോമാറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എംബസികളുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം ജോലി സാധ്യതകളുണ്ട്. ഇനി നിങ്ങൾക്കുള്ള മറ്റൊരു ജോലി സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ജോലിയാണ്. ഒരു രാജ്യത്ത് ഒരു കമ്പനി അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ഒരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആ രാജ്യത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എങ്ങനെയാണ്, ആ രാജ്യത്തെ ഗവൺമെന്റ് സംവിധാനം എങ്ങനെയാണ്, നമ്മുടെ കമ്പനിക്ക് ഫേവറബിൾ ആണോ എന്നനുസരിച്ച് അതിനെക്കുറിച്ചൊരു പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഈ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അതുപോലെ തന്നെ അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ഫേവറബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ഇല്ലെങ്കിൽ, ഇങ്ങനെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളുള്ള ഒരു രാജ്യമാണെങ്കിൽ ആ രാജ്യത്ത് ഒരു വ്യവസായം തുടങ്ങി അത് എളുപ്പത്തിൽ നടത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ലക്ഷങ്ങളും കോടികളും കൊടുത്തിട്ടാണ് ഈ കൺസൾട്ടൻസി സ്റ്റഡികൾ നടത്തുക. അപ്പൊ കൺസൾട്ടൻസി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് നിരന്തരം വളരെയേറെ സാധ്യതകളുള്ള ഒരു പുതിയ മേഖല തന്നെയാണ്. ഇനിയുള്ളത് സ്ട്രാറ്റജിക് സ്റ്റഡീസുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ യുദ്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നു, യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളെ കുറിച്ച് പഠിക്കുന്നു, ആ ആയുധത്തിന്റെ സെയില്, ട്രാൻസ്പോർട്ട്, ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നു. അങ്ങനെ ഈ പറയുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ടുള്ള, ഇപ്പൊ കോൺഫ്ലിക്റ്റിൽ ഏത് തരത്തിലുള്ള വെപ്പൺസ് ഉപയോഗിച്ചു, അതിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ, ആ വെപ്പൺസ് ഉപയോഗിച്ച് കൊല്ലപ്പെട്ട ആളുകൾ, പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ യുദ്ധത്തിന് ശേഷം ഒരു രാജ്യത്തെ എങ്ങനെ മുന്നോട്ടേക്ക് നയിക്കാം, എന്ത് തരം പൊളിറ്റിക്കൽ സിസ്റ്റമാണ് വേണ്ടത്, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ ഈ തരത്തിൽ ഉള്ള നിരവധിയായ സാധ്യതകളാണ് പൊളിറ്റിക്കൽ സയൻസ് തുറന്നു വെക്കുന്നത്. അപ്പൊ
ഇങ്ങനെ ഞാൻ പറഞ്ഞതും നിങ്ങൾക്ക് പരിചയമുള്ളതുമായ നിരവധി തൊഴിൽ സാധ്യതകളും ഉണ്ട്. ഞാൻ പറയുന്നത് ഇതെല്ലാം തുടങ്ങുന്നത് നമ്മൾ പഠിക്കുന്ന വിഷയത്തിൽ നമുക്കുണ്ടാവുന്ന കോൺഫിഡൻസിൽ നിന്നാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു കോൺഫിഡൻസിൽ നിന്നാണ്. നമ്മൾ പഠിക്കുന്ന വിഷയം ഒട്ടും മോശമല്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി അതിനോടൊരു സ്നേഹം വരും. ആ സ്നേഹം വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായി ആ കരിയറുമായി ബന്ധപ്പെട്ട് അതിന്റെ കരിയറുമായി ബന്ധപ്പെട്ട് എനിക്ക് പൊളിറ്റിക്കൽ സയൻസ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹത്തിൽ പുറത്തു ചെയ്യാം. പിന്നെ എന്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞു ഞാൻ അവസാനിക്കുന്നു. 20 അധികം സമയം നിങ്ങളുടെ ഞാൻ എടുക്കുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസിനെ പറ്റി എല്ലാം മനസ്സിലായി എന്നുള്ള ധാരണ നമ്മൾ എവിടെയും വെച്ച് പുലർത്തരുത്. അത് ജീവിതത്തിൽ എന്ത് കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും നമ്മളൊരു ഗ്രാജുവേഷനിലാണെങ്കിലും പഠിക്കുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷണൽ സ്റ്റഡിയാണ്. ആ പഠനം എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ ആയിട്ട് മാത്രമേ നിങ്ങൾ പരിഗണിക്കാൻ പാടുള്ളൂ. നിങ്ങൾ കെട്ടാൻ ആഗ്രഹിക്കുന്ന ബിൽഡിംഗ് അല്ലെങ്കിൽ നിങ്ങൾ കെട്ടാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ അടിസ്ഥാനമായിട്ട് മാത്രമേ അതിനെ കാണാൻ സാധിക്കൂ. പറയാനുള്ളത് ആ അടിസ്ഥാനം എങ്ങനെ ഇടണം, ഒരു ഒറ്റമുറി വീടിനിടണോ അല്ലെങ്കിൽ ഒരു മാളിടണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ പഠനകാലത്താണ്. അത് ഒറ്റമുറി വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒറ്റമുറി വീടിനുള്ള ഫൗണ്ടേഷൻ മാത്രം ഇടുക. നിങ്ങൾക്ക് പഠിക്കുന്ന ഗൈഡ്, അതായത് ഏതെങ്കിലും എവിടെന്നെങ്കിലും ഒരു കിട്ടുന്ന ഒരു ഗൈഡിന്റെ പുസ്തകം പഠിച്ചു പോയി നിങ്ങൾക്ക് ആ ഫൗണ്ടേഷൻ വലിയ മാളികയാണ് പണിയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്തരത്തിൽ ആഴത്തിൽ ഉള്ള വലിയ ഫൗണ്ടേഷൻ ആണ് നിങ്ങൾ ഇടേണ്ടത്. അതിന് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള എഫേർട്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന വിഷയം പഠിച്ചതിന് ശേഷമോ പഠിക്കുമ്പോൾ തന്നെയോ ലഭിക്കാവുന്ന ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റികൾ ഒന്നും മിസ്സാക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയം കൂടുതൽ ഇഷ്ടമുള്ളതാക്കിയത് ഞാൻ പഠിക്കുന്ന സമയത്ത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പലതരത്തിലുള്ള ഇന്റേൺഷിപ്പുകളുണ്ട്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ള നിരവധി ഇന്റേൺഷിപ്പുകളുണ്ട്. അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസുമായി ബന്ധപ്പെട്ട നമ്മളെ സംബന്ധിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നതല്ലാതെ പ്രാക്ടിക്കലായിട്ട് ആ ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരുമായി സഹകരിച്ച് വർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നുപോലും കളിക്കുക. പിന്നെ ഞാൻ ഒരു ടൂൾ, ഒരു ടെക്നിക് കൂടെ പറഞ്ഞ് അവസാനിക്കാം. നിങ്ങൾ ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിനെ കുറിച്ച് കേട്ടിട്ടുള്ളവരായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്ക് ഉണ്ട്. നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആ ഏരിയയിലുള്ള ആളുകളുമായി സംവദിക്കാനായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് ഫോർ എംപ്ലോയി പല പരിചയമുള്ളതായിരിക്കും ലിങ്ക്ഡിൻ എന്ന് പറയുന്ന സംവിധാനം. ഈ ലിങ്ക്ഡിൻ സംവിധാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച ഒരാളെ നിങ്ങൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ നല്ല രീതിയിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച് ഒരു നല്ല നിലയിൽ എത്തിയ ഒരാളെ നിങ്ങൾക്ക് പരിചയമുണ്ട് എന്ന് വിചാരിക്കുക. അയാളെ നിങ്ങൾ ലിങ്ക്ഡിൻ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോളോ ബട്ടൺ നമ്പറിൽ ഫോളോ ചെയ്യണമെന്നില്ല. പക്ഷെ അയാളുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞ് അയാളുടെ കരിയർ പാത്ത് എന്താണ്, ഞാൻ ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ടിപ്പാണ്. അവിടെ പോയിട്ട് അയാളുടെ കരിയർ പാത്ത്, അദ്ദേഹത്തിന്റെ കരിയർ പാത്ത് അവിടെ കൃത്യമായി എഴുതിയിട്ടുണ്ടാവും. ആദ്യം ഇത് ചെയ്തു, അതിനുശേഷം ഇത് ചെയ്തു, അതിനുശേഷം ഇത് ചെയ്തു, അതിനുശേഷം ഇത് ചെയ്തു. അപ്പൊ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു അത് പഠിക്കുന്ന കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ കരിയർ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഉടനെ നമ്മൾ ഏതോ ഒരു വലിയ ജോലിയിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു അബദ്ധ ധാരണയുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ മാറ്റി വെക്കുക. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, സ്മോളർ സ്റ്റെപ്സ് ലീഡ്സ് ടു ഹൈറ്റ്സ് എന്നുള്ള നമ്മള് ജേർണി ഓഫ് 1000 miles സ്റ്റാർട്ട്സ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഒറ്റ സ്റ്റെപ്പ്, അങ്ങനെ ഓരോ സ്റ്റെപ്പും അതിന് മുകളിലേക്ക് പണിതാണ്. നിങ്ങൾ അയാളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ അയാൾ എവിടെയാണ് പഠിച്ചത്, ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞ മാസം എന്തൊക്കെ കോഴ്സുകൾ അഡീഷണൽ ആയിട്ട്, സർട്ടിഫിക്കേഷൻ അഡീഷണൽ ആയിട്ട് ചെയ്തു, ആ സർട്ടിഫിക്കേഷനുകൾക്ക് മുകളിൽ അദ്ദേഹം വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയാണ് നേടിയത്, ഏതൊക്കെ തരം കമ്പനികളിൽ ഏതൊക്കെ തരം റോളുകളാണ് ചെയ്തത്. ഈ കരിയർ പാത്ത്, നമ്മൾ ഈ കരിയർ പ്രോഗ്രഷൻ, കരിയർ മാപ്പ് എന്നൊക്കെ പറയുന്ന സംവിധാനം കിട്ടും. നിങ്ങൾക്ക് ഇനി പൊളിറ്റിക്കൽ സയൻസ് അല്ല താല്പര്യം, നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് എടുക്കാൻ താല്പര്യമില്ല കൂടി ഏത് ജോലിയാണ് നിങ്ങൾക്ക് താല്പര്യം, ആ കരിയർ പാത്തും പ്രോഗ്രഷനും കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തണം. ആ ശ്രമം നടത്തുമ്പോൾ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് കൂടി നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അദ്ദേഹം എടുത്ത സ്റ്റെപ്സിനെ റീട്രേസ് ചെയ്യാൻ പറ്റും.
അല്ലെങ്കിൽ 1-2 പേരെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അങ്ങനെ ഈ പറയുന്നത് പോലെ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വീണ്ടും വീണ്ടും അതിനെ കൊണ്ടെത്തിക്കുകയാണ്. നമ്മൾ പഠിക്കുന്ന വിഷയത്തെ കുറിച്ച് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം. ആ കോൺഫിഡൻസ് ഉണ്ടായതിനു ശേഷം നമുക്ക് ആ കോൺഫിഡൻസ് വരുമ്പോൾ സ്വാഭാവികമായി അതിനോട് ഒരു ഇഷ്ടം ഉണ്ടാകും. ആ ഇഷ്ടം നിങ്ങളെ ആ വിഷയവുമായിട്ട് വലിയ രീതിയിൽ നല്ലൊരു ആത്മബന്ധം ഉണ്ടാക്കാനും ആ വിഷയവുമായി ബന്ധപ്പെട്ട ഏരിയകൾ പഠിക്കാനും ഒക്കെ സഹായിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ കാഴ്ചപ്പാടും ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ അത് നമ്മൾ ഇപ്പൊ മുതലേ പ്ലാൻ ചെയ്ത് തുടങ്ങുക. നിങ്ങളുടെ കരിയർ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ പഠനത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പ്ലാനിങ് ഉണ്ടാവുക. ആ പ്ലാനിങ് ആണ് നിങ്ങളെ എങ്ങനെ സ്വാഭാവികമായിട്ടുള്ള വിജയത്തിലേക്ക് എത്തിക്കുക. ഞാൻ വളരെ കുറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞ് തീർക്കുന്നതാണ്. ഈ പറഞ്ഞ വിശാലമായി സംസാരിക്കാനുള്ള അവസരമുള്ള ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ. അപ്പം ഓൾമോസ്റ്റ് സർ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സർ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. സർ ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മൾക്ക് ഏതൊരു സബ്ജക്ട് പഠിച്ചാലും എപ്പോഴും നമ്മൾ പ്രോമിനന്റ് ആയിട്ടുള്ള ചില ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് സംസാരിക്കാറ് അല്ലെ. ഒരു എന്താ പറയുക, നമ്മളിപ്പോ UPSC എഴുതണം അല്ലെങ്കിൽ സിവിൽ സർവീസിലേക്ക് പോകണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ എടുക്കുന്നവർ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. നമുക്കും ഉണ്ടാവും ഒരു മിസ്കൺസെപ്ഷൻ, അതുപോലെ നിങ്ങൾക്കും ഉണ്ടാവും. ചിലപ്പോൾ ആ സബ്ജക്ട് തന്നെ പഠിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാട് ഏരിയാസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഏരിയാസിനെ കുറിച്ച് സർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ഇപ്പൊ ഈവൻ നമ്മള് ഞാനിപ്പോ ഒരു സൈക്കോളജി മെന്ററാണ്, പക്ഷെ എങ്കിൽ പോലും സർ പറഞ്ഞിരുന്നത് കേട്ടപ്പോ എനിക്ക് തന്നെ തോന്നി ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു സബ്ജക്ട് പഠിക്കുന്നത് കൊണ്ട് ഉണ്ടോ. ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട് അല്ലെ. നമ്മുടെ നാട്ടിൽ നമ്മൾ ജോലി ഇല്ല അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നും പരാതികൾ പറയുന്ന ആൾക്കാരാണ്. പക്ഷെ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സർ തന്നെ പല പല ഇന്റേൺഷിപ്പുകളും ചെയ്ത് അതേപോലെ പ്രോജക്റ്റുകളും ചെയ്തിട്ട് സെയിം ടൈം അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പൊ സാർ അത്രയും ഫീൽഡുകളിലേക്ക് എക്സ്പ്ലോർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു സാറിന് വലിയൊരു താങ്ക്സ് പറയാണ്. സാറിന് ഇപ്പൊ റിജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെന്ററിന്റെ അടുത്ത് ചോദിക്കാം. സാർ നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെ പേഴ്സണലി നിങ്ങൾക്ക് ഓക്കെ. ഞാൻ അത്ര നല്ല ക്ലാസ് എടുത്തെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഡൗട്ട്സ് ഒന്നുമില്ല. സർ അതുകൊണ്ടല്ല സർ പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. അപ്പം ഓരോ ഏരിയയെ കുറിച്ചും സർ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും ആർക്കും ഡൗട്ട് ഇല്ലാത്ത, അല്ലാതെ ആർക്കും മനസ്സിലാവാത്തത് കൊണ്ടല്ല. സോ വളരെ ക്ലിയർ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ സച്ച് എ വണ്ടർഫുൾ സെഷൻ. അപ്പൊ ആർക്കും ഡൗട്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെഷൻ വൈൻഡപ്പ് ചെയ്യാം. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് സർ ഫോർ ബീങ് ഹിയർ ടുഡേ. സർ ഭയങ്കര തിരക്കിലായിരുന്നു. ഈവനിങ് കണക്ട് ചെയ്തപ്പോൾ പോലും നല്ല തിരക്കിലാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ആ തിരക്കുകളൊക്കെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ സെഷനിൽ വന്ന് ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിട്ടൊരു സെഷൻ നമുക്ക് തന്നു. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫ്രം ദ ലേൺവൈസ് ടീം. സോ താങ്ക് യു എവ്രി വൺ. നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ഗുഡ് നൈറ്റ്, ബൈ.